കൂത്തുപറമ്പിൽ UDF സ്ഥാനാർത്ഥി ജയന്തി രാജന്റെ പരാജയത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് നേതാവിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദിനെയാണ് മാറ്റിയത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് നടപടിയെന്ന് PK ഷാഹുൽ ഹമീദ് പറഞ്ഞു. പത്രവാർത്തയിലൂടെയാണ് എന്നെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയതായി ഉള്ള വാർത്ത ഞാൻ അറിയുന്നത്. എനിക്കെതിരായി ചില കോണുകളിൽ നിന്ന് ആസൂത്രിതമായ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും ഒരു കഴമ്പുമില്ല. എന്നാൽ ഇത്തരത്തിലുള്ളൊരു നടപടി ഞങ്ങളുടെ നിയോജകമണ്ഡലം ഭാരവാഹികളുടെ യോഗമോ എക്സിക്യൂട്ടീവോ ഒന്നും ചേർന്ന് ശുപാർശ ചെയ്തിട്ടില്ല. എന്നോട് അത് സംബന്ധമായ ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ല. അജീഷ് ജയകുമാറുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, വലിയ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും ജയന്തിരാജനെ വിജയിപ്പിക്കാനായില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് ഷാഹുൽ ഹമീദിനെതിരായ ആരോപണം, കാലുവാരലെന്ന ആക്ഷേപത്തിന് പിന്നിൽ? ഈ കൂത്തുപറമ്പ് LDFന്റെ ശക്തി കേന്ദ്രമാണെന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് അവിടെ LDF സ്ഥാനാർത്ഥി PK പ്രവീൺ ജയിച്ചത്. 1000-ൽ താഴെ വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷമുള്ളത്. ജയന്തി രാജൻ ആ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു നേതാവാണെങ്കിൽ പോലും വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരം അവിടെ കാഴ്ചവെച്ചു. പക്ഷേ അവിടെ ഈ തുടക്കം മുതൽ ഈ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നത് ഈ ഷാഹുൽ ഹമീദിനെയാണ്. അവസാന ഘട്ടത്തിലാണ് ജയന്തി രാജൻ അപ്രതീക്ഷിതമായിട്ട് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, അദ്ദേഹത്തിന്റെ ക്യാമ്പുകളിലും ചെറിയ അതൃപ്തി ഉണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ആ സ്റ്റാറ്റസ് ഇത്തവണത്തെ വോട്ട് LDF എന്നായിരുന്നു. ഇത് അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ച് LDF അത് ബോധപൂർവം തന്നെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അന്ന് ഈ വാട്സപ്പ് സ്റ്റാറ്റസ് പിന്നീട് മിനിറ്റുകൾക്ക് തന്നെ പിൻവലിക്കുകയും പിന്നീട് അത് പാർട്ടിയിൽ അദ്ദേഹം തന്നെ മാപ്പ് പറയുകയും ചെയ്തു. എങ്കിൽ പോലും അത് വലിയ രീതിയിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ലീഗിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം പല പരിപാടികളിലും പങ്കെടുത്തിരുന്നുവെങ്കിൽ പോലും സജീവമല്ല എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ മണ്ഡലം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ഇനി ഒരു അന്വേഷണം നടത്തും. അന്വേഷണം നടത്തിയതിന് ശേഷമായിരിക്കും തുടർന്നുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക. എന്തായാലും തന്നോട് ആലോചിക്കാതെയാണ്, തന്നോട് വിശദീകരണമൊന്നും ചോദിക്കാതെയാണ് നടപടി എടുത്തതെന്നാണ് ഷാഹുൽ ഹമീദിന്റെ വിശദീകരണം. ശരി, ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ജയന്തി പണക്കടത്തി സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളെ കണ്ടത്. ഇപ്പോൾ കൂത്തുപറമ്പിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയതിനാണ് ഷാഹുൽ ഹമീദിനെ പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. അതിവേഗ നടപടിയിലേക്ക് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.